ഇലക്ഷനിൽ യുഡിഎഫിന് മികച്ച വിജയം സമ്മാനിച്ച പ്രവർത്തകരെ ആദരിച്ച് യുഡിഎഫ് സ്നേഹസംഗമം. കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ വിജയാരവം 2026 എന്ന പേരിലായിരുന്നു പരിപാടികൾ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ സംഗമം ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ യുഡിഎഫ് നേടിയ ശ്രദ്ധേയമായ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച നേതാക്കൾക്കും പ്രവർത്തകർക്കും ആദരം. വിജയാരവം 2026 എന്ന പേരിൽ കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ നേട്ടത്തിലൂടെ ഇവിടെ വിജയം കൈവരിച്ച് കേരള നിയമസഭയിൽ കോതമംഗലത്തെ പ്രതിനിധീകരിക്കുന്ന ഈ നാടിൻ്റെ പ്രിയങ്കരനായ MLA പ്രിയപ്പെട്ട ഷിബു തെക്കുംപുറത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ആ വിജയം സാധ്യമായത് അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ വിജയം തീർച്ചയായിട്ടും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം 10 വർഷത്തെ ദുരിതങ്ങളും യാതനകളും പ്രയാസങ്ങളും ഒക്കെ കോതമംഗലത്തെ UDFന്റെ പ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാം. ആ യാതനകൾ അനുഭവിച്ചവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. 10 വർഷക്കാലം പ്രതിപക്ഷത്തായിരുന്നുകൊണ്ട് നമ്മൾ നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, രാഷ്ട്രീയമായിട്ടുള്ള പീഡനങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദുരിതങ്ങൾ, അതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ പ്രവർത്തകന്റെയും ആത്മാർത്ഥമായ പരിശ്രമവും കൂട്ടായ പ്രവർത്തനവുമാണ് UDFന്റെ മുന്നേറ്റത്തിന് കരുത്തായതെന്ന് അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ എല്ലാവർക്കും മന്ത്രി അഭിനന്ദനം അറിയിച്ചു. UDF ചെയർമാൻ ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായി ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് പങ്കെടുത്തു. 140-ൽ 71 MLAമാർ നമ്മുടെ നിയമസഭയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ പുതുമുഖങ്ങളാണ്. നമ്മുടെ ആ നിയമസഭയ്ക്കകത്ത് കയറി എനിക്ക് ഫ്രണ്ട് റോയാണ്, ചീഫ് വിപ്പിന് മുമ്പിലത്തെ റോയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ നിയമസഭ മൊത്തം കാണുന്നത് ഒരു യുവത്വത്തിൻ്റെ ഊർജ്ജമാണ്. ഒരു കോളേജിലെ ഒരു ക്ലാസ്സിൽ കയറി ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. എത്രയോ എത്ര ചെറുപ്പക്കാരുടെ മുഖങ്ങളാണ് ആ നിയമസഭയിൽ തെളിഞ്ഞു കാണുന്നത്. ഈ പുതുമുഖങ്ങളാകുന്ന ഒരു അവസ്ഥയിലാണ് ആദ്യമായിട്ട് MLA ആയ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പൊ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിതാവിനോടൊപ്പം സ്റ്റാഫിലുണ്ടായിരുന്ന പലരും ഇന്ന് എൻ്റെ സ്റ്റാഫിലുണ്ട്. അവരോടൊക്കെ കൺസൾട്ട് ചെയ്ത്, കാരണം അവർക്കറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തിയെടുക്കേണ്ടത്. ഷിബു ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ എന്നെ ഫോൺ വിളിക്കുക, അപ്പോൾ കോതമംഗലത്തിന് വേണ്ടി എനിക്കിത് ചെയ്യണം, അതിനുള്ള ഫയൽ നീക്കണം. എനിക്കെന്ന് ഒരു 50 പ്രാവശ്യം അദ്ദേഹം കോതമംഗലത്തിൻ്റെ കാര്യങ്ങൾ, ഫയലുകൾ നീക്കാൻ വേണ്ടി ആളുകളെ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം സ്റ്റാഫ് വഴി അത് നീക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ട മന്ത്രികൾ പക്കലെത്താൻ. ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ കോതമംഗലംകാരെ എന്ന് പറയുന്ന ഈ തെരുവിൽ നിർത്തിക്കൊണ്ട് ഈ കോതമംഗലംകാർ തെരുവിലിറങ്ങി സമരം ചെയ്ത, നമ്മുടെ ഇവിടുത്തെ പുന്നക്കോട്ടിൽ പിതാവിനെതിരെ വരെ കേസെടുത്ത ഈ നമ്മുടെ രാജപാത വിഷയത്തിൽ വനം മന്ത്രി ആ രാജപാതയിൽ കൂടി ഒരു ഫോറസ്റ്റിന്റെ വണ്ടിയിൽ കയറി 8 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ അത് ഈ ഷിബു കാണിച്ച ഒരു ഒരു കടുംപിടുത്തം, ഇവിടെ വന്ന് ഈ പ്രശ്നം നേരിട്ട് കണ്ട് മനസ്സിലാക്കണം എന്നുള്ള കടുംപിടുത്തം നമ്മുടെ ജനപ്രതിനിധി ഇവിടെ എടുത്തത് കൊണ്ട് മാത്രമാണ്. ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. വിജയത്തിനായി അക്ഷീണം പ്രവർത്തിച്ച നിയോജക മണ്ഡലത്തിലെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും MLA ഷിബു തെക്കുംപുറം നന്ദി അറിയിച്ചു. മികച്ച വിജയം നേടിയ മണ്ഡലങ്ങളെയും ബൂത്തുകളെയും മൊമെന്റോ നൽകി ആദരിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഹാജി, KP ബാബു, AG ജോർജ്, ബോബൻ ജേക്കബ്, MS എൽദോസ്, ബാബു ഏലിയാസ്, EM മൈക്കിൾ, ഇബ്രാഹിം കവലയിൽ, അബു മൊയ്തീൻ, AT പൗലോസ്, PK മൊയ്തു, PM സക്കറിയ, ഭാനുമതി രാജു, ജെസി സാജു, PIM ബഷീർ, ജോമി തെക്കേക്കര, സൗമ്യ ശശി, മാത്യു ജോസഫ്, AC രാജശേഖരൻ, PC ജോർജ് എന്നിവരടക്കം UDFന്റെ പ്രമുഖ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ പ്രിയങ്കരനായ MLA ആയി നമ്മളെല്ലാവരും ഒത്തുചേർന്ന് കഠിനാധ്വാനം ചെയ്ത് വിജയിപ്പിച്ച ശ്രീ ഷിബു തെക്കുംപുറത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതെല്ലാം പരിസമാപ്തി കുറിച്ചതിന് ശേഷം ഇപ്പോൾ ഏതാനും കുറച്ച് ദിവസങ്ങളായി. എന്നാൽ ഇതുപോലെ ഒരു ദിവസത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. കാരണം
കഴിഞ്ഞ 10 വർഷക്കാലമായി നമുക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധി ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. ആദരണീയനായ യശസ്വരീനായ ശ്രീ ടി യു കുർലാഞ്ചേട്ടൻ 2016 അദ്ദേഹത്തിൻ്റെ സേവനം ആ നാൾ വരെയായിരുന്നു. തുടർന്ന് 2 തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇരട്ടി മധുരം എന്നുള്ള നിലയിൽ ബഹുഭൂരിപക്ഷത്തോടെ 16,000-ലധികം വരുന്ന ബഹുഭൂരിപക്ഷത്തോടെ നമ്മുടെ സഹപ്രവർത്തകൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വല പോരാളി, ജില്ലയിൽ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് സധൈര്യം നേതൃത്വം കൊടുക്കുന്ന ജില്ലാ കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ ഷിബു തെക്കുംപുറം വിജയിച്ചു വരികയുണ്ടായി. കോതമംഗലം നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകരുടെ സാന്നിധ്യം സ്നേഹസംഗമത്തെ ആവേശഭരിതമാക്കി. വലിയ കഷ്ടപ്പാടും ദുരിതവും സഹിച്ചുകൊണ്ട് എല്ലാ തരത്തിലും മുന്നോട്ട് ശക്തമായി പോയപ്പോൾ വലിയ വിജയമാണ് നമുക്ക് കോതമംഗലത്ത് നേടുവാനായിട്ട് കഴിഞ്ഞത്. UDFിൻ്റെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരേ സ്വരത്തിൽ ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോയപ്പോൾ ചരിത്ര ഭൂരിപക്ഷത്തിന് നമുക്ക് കൈവിട്ടു പോയ ഈ നിയോജകമണ്ഡലം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. വലിയ സന്തോഷവും വലിയ അഭിമാനവും എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ തിളക്കമാർന്ന വിജയം ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ UDFിൻ്റെ പ്രവർത്തകർക്കും ഞാൻ സമ്മാനിക്കുകയാണ്. UDFിൻ്റെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നമ്മൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോയി. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിൽ ഓരോ സ്ഥാനാർത്ഥികളും രംഗത്ത് വന്നു. ആ സ്ഥാനാർത്ഥികളുടെ മികവും പ്രവർത്തനവും എല്ലാം ജനങ്ങൾ ഉറ്റുനോക്കി മുന്നോട്ട് പോയി. ആദ്യഘട്ടത്തിൽ നമുക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടുള്ള വലിയ പ്രചരണങ്ങൾ ഒരു വശത്ത് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുറെ കൂടി ഐക്യജനാധിപത്യ മുന്നണി ശക്തമായി മുന്നോട്ട് പോയപ്പോൾ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്ന് ജനങ്ങൾ ഒറ്റ സ്വരത്തിൽ പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. മീഡിയ 16 ന്യൂസ്, കോതമംഗലം.